ബീഹാറിൽ ബി.ജെ.പി മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 18 പേരെയാണ് മൂന്നാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. ഇതോടെ ബി.ജെ.പിയുടെ 101 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, വൈകിയും ഈ മൂന്നാം ഘട്ട പട്ടിക ബി.ജെ.പി പുറത്തിറക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ ഇന്ന് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുക എന്നൊരു തീരുമാനമായിരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ആരൊക്കെയാണ് ഈ 18 പേരിൽ പ്രധാനികൾ? പ്രജിൻ, ബി.ജെ.പിയുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 18 പേരുകളാണ് ഈ മൂന്നാം ഘട്ടത്തിൽ ബി.ജെ.പി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ 101 സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപനം പൂർത്തിയായിരിക്കുകയാണ്. ബി.ജെ.പി നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും അത് ബി.ജെ.പി പാർലമെന്ററി ബോർഡ് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സഖ്യത്തിലെ ധാരണ സംബന്ധിച്ചുള്ള തീരുമാനം വൈകിയതാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാൻ ഇടയാക്കിയത് എന്നാണ് ബി.ജെ.പി നേതൃത്വം നൽകുന്ന വിവരം. ഈ പ്രധാനമായും ഈ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 18 പേരിൽ 2 വനിതകളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം എന്നുള്ളത് നിലവിൽ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവിനെതിരെ രാഘവ്പൂരിൽ സതീഷ് കുമാർ യാദവിനെ, യുവ നേതാവ് സതീഷ് കുമാർ യാദവിനെയാണ് ബി.ജെ.പി ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റ് ബി.ജെ.പി മത്സരിക്കുന്ന പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ നിരവധി പുതുമുഖങ്ങളും മൂന്നാം ഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണയും ബി.ജെ.പി പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതലായി അവസരം നൽകിയിരുന്നു. ആ ഒരു ശൈലി ഈ ഒരു പട്ടികയിലും ഇത്തവണയും ആവർത്തിച്ചിരിക്കുകയാണ്. 20% സിറ്റിംഗ് എം.എൽ.എമാരെ ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ളതും ശ്രദ്ധേയമാണ്. ളുടെ നിന്ന് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.